കുഞ്ഞുങ്ങളെ, നമ്മുടെ ഈ വർഷത്തെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്. നമ്മളെല്ലാവരും എക്സാം നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. ഞാനും എക്സാം കഴിഞ്ഞപ്പോൾ വന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും വീട്ടിലെത്തിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ചിലർക്ക് അല്പം പാടായിരുന്നു, ചിലർക്ക് ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ കുറച്ച് പേർക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഹാളിലുണ്ടായിരുന്ന കുട്ടികളോട് ചോദിച്ചു. അപ്പം പല സെൻറ്ററിൽ നിന്നുള്ള കുട്ടികളാണ്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഒരു രക്ഷയില്ല, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ ഭയങ്കര ടഫാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ തന്നെ കുട്ടികളോട്, നമ്മുടെ ദർശനയിലെ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അവരോട് ചോദിച്ചപ്പോഴും അവർക്കും ചില കാര്യങ്ങളിൽ ടഫാണ്, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എങ്കിലും മൊത്തത്തിൽ എക്സാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്പം ടഫായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളത് ടഫാകുമ്പോൾ മാർക്കിൽ വ്യത്യാസം വരുമെന്ന് പറഞ്ഞ് നിങ്ങൾ മാർക്ക് കുറയുമെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. അപ്പോൾ കട്ട് ഓഫിലും ചേഞ്ച് വരും. അതുകൊണ്ട് നിങ്ങൾ എക്സാമിന് മാർക്ക് കുറഞ്ഞു പോകുമെന്നോർത്ത് ഒന്നും ടെൻഷൻ അടിക്കേണ്ട. എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റിയെന്നോർത്ത് സന്തോഷിക്കുക. ഇപ്പോൾ ടഫായിട്ടും ഈസി ആയിട്ടും എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഫിസിക്സിനെ കുറിച്ച് പറയാം. ഞാൻ ആദ്യമേ ചെയ്തത് ഫിസിക്സ് ആണ്. നമ്മൾ സാധാരണ ബയോളജി ചെയ്യണമെന്ന്, എനിക്ക് ഫിസിക്സ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഫിസിക്സ് അങ്ങ് ചെയ്തപ്പോൾ അത് മനസ്സിലായ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്പം ആപ്ലിക്കേഷൻ ലെവലാണ്. പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ആൻസർ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല. പിന്നെ കൺസെപ്റ്റുകൾ മിക്സ് ആയിട്ട്, പിന്നെ ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഒത്തിരി സമയം പോകും, അല്ലെങ്കിൽ ചെയ്തെടുക്കാനുണ്ട്. പക്ഷെ നിങ്ങൾ കുറച്ചുപേരെങ്കിലും അത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ പല കുട്ടികളുടെയും കണ്ടതിനകത്ത് ഫിസിക്സ് എല്ലാവരും വേക്കൻ്റ് ആയിട്ടിരിക്കുന്നതാണ് OMR കണ്ടേക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളും കുറച്ചെങ്കിലും അറ്റൻഡ് ചെയ്യാം. നമുക്ക് എല്ലാം അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ചിലതൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യായിരുന്നു. അങ്ങനെ ഏതാനും ബുദ്ധിമുട്ടുകളാണ് ഫിസിക്സിനെ സംബന്ധിച്ച് പറയാനായിട്ടുള്ളത്. ഇത് നമ്മുടെ രണ്ടാമത്തെ കെമിസ്ട്രിയിലേക്ക് വന്നു കഴിയുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഈസിയാണ്, എന്നാൽ ചില ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട്. അപ്പോൾ ആവറേജ് കെമിസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ അത്ര ഈസിയും അല്ല, എന്നാൽ അത്ര ബുദ്ധിമുട്ടുമല്ല, അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആവറേജ് രീതിയിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ചെയ്തിട്ടുള്ള രീതി തന്നെയാണ് ക്വസ്റ്റ്യൻസ്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ NCERTയിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്തൊരു 5-6 ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഓവറോൾ പറയുകയാണെങ്കിൽ മോഡറേറ്റ്, വലിയ തരക്കേലില്ലാത്ത രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാവുന്ന രീതിയിലായിരുന്നു കെമിസ്ട്രി കിടന്നിരുന്നത്. പിന്നെ നമ്മുടെ ബയോളജി എല്ലാവർക്കും ഇഷ്ടമുള്ള ബയോളജി. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ആദ്യം ചെയ്തത് ബയോളജി ആയിരിക്കും. ബയോളജിയിൽ വന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലംസ് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതുണ്ടായിരുന്നു. പിന്നെ ചിലതൊക്കെ നമുക്ക് എന്താ പറയുന്നത്, ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അത് ഔട്ട് ഓഫ് സിലബസ് എന്നുള്ള ഫീൽ വരും. പക്ഷേ അത് നമുക്ക് NCERTയിലോ അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സുകളിൽ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ബുക്കിലില്ലാത്തത് എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പല എക്സാമുകളിലും നമ്മുടെ DTSഉം അതുപോലെ ഫുൾ മോഡലും ഒക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്തും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ബയോളജി ഫിസിക്സും കെമിസ്ട്രിയും വെച്ച് നോക്കുമ്പോൾ അല്പം നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും മക്കളെ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ. അതുപോലെ അവസാനമായിട്ടൊരു കാര്യം, ഇത്രയും നാൾ നിങ്ങൾ കഷ്ടപ്പെട്ട് രാത്രിയും പകലും എല്ലാം കഠിനമായിട്ട് അധ്വാനിക്കുമായിരുന്നു. അത് ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ അല്പം നിങ്ങൾ റിലാക്സ് ചെയ്യുക. പ്രത്യേകിച്ച് പേരൻസിനോട് കുട്ടികൾ സിനിമ കാണുക, അതുപോലെ തന്നെ അവർക്ക് അല്പം റെസ്റ്റ് എടുക്കാനുള്ള അവസരമൊക്കെ കൊടുക്കുക. കാരണം അതുപോലെ കഷ്ടപ്പെട്ടാണ് ഈ എക്സാം എഴുതിയത്. അതിൻ്റെ തീവ്രത എനിക്ക് ഇന്ന് ശരിക്കും മനസ്സിലായതാണ്. എക്സാം ഹാളിൽ ഓരോ കുട്ടികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും അവരുടേതായ നിസ്സഹായ അവസ്ഥയും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് പറയുകയാണ്. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. പേരൻസ് കുട്ടികളെ അവർക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് കൊടുക്കുക, പോസിറ്റീവ് സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു.